ഹലോ, എന്നോട് പല കുട്ടികളും പറയാറുണ്ട് ഡാൻഡ്രഫിൻ്റെ ഒരു പ്രോബ്ലം. അപ്പോൾ അവർക്ക് ഡാൻഡ്രഫ് ഷാംപൂ യൂസ് ചെയ്യാനൊന്നും അവർക്ക് പറ്റുന്നില്ല. ഡാൻഡ്രഫ് ഷാംപൂ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് സ്കാൽപ്പ് ഡ്രൈ ആവുന്നു. ഡാൻഡ്രഫ് കുറയുന്നുണ്ട്, പക്ഷേ സ്കാൽപ്പ് ഡ്രൈ ആവുന്നുണ്ട്. തലയിൽ തീരെ എണ്ണ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പറ്റുന്നില്ല ചേച്ചി, എണ്ണ ഇട്ട് കഴിഞ്ഞാലോ ഡാൻഡ്രഫ് കൂടുന്നുമുണ്ട്. അപ്പോൾ അതിന് എണ്ണ ഇട്ടിട്ട് ഡാൻഡ്രഫ് കുറയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ടിപ്സ്, ഹോം റെമഡി പറഞ്ഞു തരാൻ പറ്റുമോ ചേച്ചി, കെമിക്കലൊന്നും ഇല്ലാത്തത് എന്നോട് പല കുട്ടികളും ചോദിക്കാറുണ്ട്. ഇത് അവർക്കുള്ള ടിപ്സാണ്. ആര് വേണമെങ്കിലും യൂസ് ചെയ്യാം, അവർക്ക് എന്നല്ല ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. മുടി വളർച്ചയ്ക്കും ഡാൻഡ്രഫ് കുറയാനും എല്ലാത്തിനും ഇത് നല്ല ഒരു റെമഡിയാണ്. അതിന് നമുക്ക് വേണ്ടത് വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ മതി കേട്ടോ. നമ്മൾ വലിയ സാധനങ്ങളൊന്നും തിരഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് വേണ്ട സാധനം കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. വെളിച്ചെണ്ണ, അതുപോലെ തന്നെ ചെറിയ ഉള്ളി, വലിയ ഉള്ളിയല്ല ചെറിയ ഉള്ളി, പിന്നെ ഇഞ്ചി. ഇതിത്ര മതി. കറിവേപ്പിലയും കൂട്ടാൻ വേണമെങ്കിൽ മുടി വളരും, ഡാൻഡ്രഫും പോവും, മുടിയും വളരും. ഇത് ഇത്രയും സാധനങ്ങൾ നമ്മൾ എണ്ണയിൽ നന്നായിട്ട്, നമ്മൾ എണ്ണ കാച്ചൂലേ അതുപോലെ ഇതെല്ലാം തൊട്ട്, ഇഞ്ചിയൊക്കെ ചെറുതായിട്ട് നുരുന്നനെ കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ മിക്സി ജാറിലിട്ടിട്ട് അത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുക. വെള്ളം ചേർക്കരുത്, ഇതൊന്നിലും വെള്ളം ചേർക്കാൻ പാടില്ല. വെള്ളം ചേർക്കാതെ ഇതൊക്കെ അരച്ചെടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും വെളിച്ചെണ്ണയിൽ കാച്ചാൽ, അല്ലെങ്കിൽ എല്ലാം ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇട്ടിട്ടും വെളിച്ചെണ്ണയിൽ കാച്ചാം. എന്നിട്ട് കാച്ചി വെക്കണം. വെച്ചിട്ട് അത് നമുക്ക് ഈ രാവിലെ നേരത്ത് വരുന്ന സൂര്യപ്രകാശം ഉണ്ടല്ലോ, ആ സൂര്യപ്രകാശത്തിൽ ഈ വെളിച്ചെണ്ണ കുപ്പീനെ നമുക്ക് ഒരു കുപ്പിയിൽ വെളിച്ചെണ്ണ ആക്കിയിട്ട് ഈ വെളിച്ചെണ്ണ കുപ്പീനെ സൂര്യപ്രകാശം കൊള്ളാൻ വെക്കണം. ഒരു 2-3 ദിവസം ഈ എണ്ണയ്ക്ക് സൂര്യപ്രകാശം കിട്ടണം, അതുപോലെ വെക്കണം. എന്നിട്ട് അത് ഒരു 3 ദിവസം കഴിഞ്ഞതിന് ശേഷം അത് ചെറിയ ഒരു ബൗളിലെടുത്തിട്ട് അത് ഒന്നും കൂടി ഡബിൾ ബോയിൽ ആക്കുക. ഡബിൾ ബോയിൽ ആക്കുന്നത് എങ്ങനെ, ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് ആ എണ്ണേനെ ചൂടാക്കിയിട്ടാണ്, ഇതിനെയാണ് ഡബിൾ ബോയിൽ എന്ന് പറയുക. അങ്ങനെ ഡബിൾ ബോയിൽ ആക്കിയതിന് ശേഷം നന്നായിട്ട് ഒരു ചെറുപ്പ് കോമ്പെടുത്തിട്ട് ഡാൻഡ്രഫിനൊക്കെ നന്നായിട്ട് ഇളക്കി കളയുക. ആദ്യം ഇളക്കി കളഞ്ഞതിന് ശേഷം ഒരു കോട്ടൺ വെച്ചിട്ട് ഈ എണ്ണേനെ നമുക്ക് സ്കാൽപ്പിലെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എല്ലായിടത്തും കുറച്ച് നീറ്റലൊക്കെ ഉണ്ടാവും. എന്താ വെച്ചാൽ ഇഞ്ചിയും അതേപോലെ തന്നെ ചെറിയ ഉള്ളിയൊക്കെ കുറച്ച് നീറ്റലുണ്ടാവും. ആ നീറ്റൽ നമ്മളെ സ്കാൽപ്പിലാവുമ്പോൾ ഫംഗസ്, അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചത്തുപോകും. അപ്പോൾ ആ നീറ്റലൊന്നും വലിയ കാര്യമാക്കേണ്ട ആവശ്യമില്ല, പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് നീറിയാലും കുഴപ്പമില്ല പറഞ്ഞിട്ട് നമ്മൾ ആ മുറിവൊക്കെ ഉണങ്ങി പോകുമ്പോൾ അത്രയ്ക്ക് നമുക്ക് ശരിയായിക്കോളും. ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് ശരിയായിക്കോളും. അതുപോലെ നമ്മൾ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് ലൈറ്റായിട്ട് ജെൻറ്റിലായിട്ട് മസാജ് ചെയ്യുക. വല്ലാണ്ട് അങ്ങോട്ട് മസാജ് ചെയ്യരുത്. ആരെങ്കിലും ഒരാൾ ചെയ്ത് തരാനുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. ഇനി ആരും ഇല്ലയെന്നുണ്ടെങ്കിൽ സ്വയം നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരാൾ ചെയ്ത് തരികയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ലതാണ്, ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ലതാണ്. എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക. മസാജ് ചെയ്തിട്ട് അത് കെട്ടി വയ്ക്കുക, കുറച്ച് നേരം കെട്ടി വയ്ക്കണം. നമ്മളപ്പം തന്നെ ഷാമ്പൂട്ട് കളയുക അങ്ങനെയൊന്നും ചെയ്യരുത്. ഇത് എണ്ണ തേച്ച് ശീലമുള്ളവർക്കും ചെയ്യുക, ഇനി തലയിൽ എണ്ണ ഇഷ്ടമല്ല എന്ന് പറയുന്നവർക്കും ഇത് ചെയ്യുക. ഇത് ചെയ്തിട്ട് എണ്ണ ഉണ്ടെങ്കിലും കുഴപ്പമില്ല എന്നുള്ളവർ ജസ്റ്റ് വാട്ടർ വാഷ് ചെയ്താൽ മതി. നിങ്ങൾക്ക് തീരെ എണ്ണ ഇഷ്ടമല്ല, മുടിയിൽ എണ്ണ ഉണ്ടെങ്കിൽ എന്തോ ഒരു പോലെയാണെന്നൊക്കെ ഉള്ളവരുണ്ട്. അവരാണെങ്കിൽ ബേബി ഷാമ്പു വെച്ചിട്ട് ലൈറ്റായിട്ട് കഴുകിക്കളയുക. ഒരുപാട് അങ്ങ് എണ്ണ കളയരുത്, ലൈറ്റ് എണ്ണ തലയിൽ വേണം. ലൈറ്റായിട്ട് ബേബി ഷാമ്പു യൂസ് ചെയ്തിട്ട് അത് കളഞ്ഞ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആഴ്ചയിൽ ഒരു 4 വട്ടമൊക്കെ ചെയ്യുക. നല്ല മുടി നന്നായിട്ട് വളരുകയും ചെയ്യും. ഡാൻഡ്രഫ് എത്ര പെട്ടെന്ന് പോകും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും. അത് ഒബ്സർവ് ആയിക്കഴിഞ്ഞാൽ നന്നായിട്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടും കേട്ടോ. ഇതൊന്ന് ചെയ്ത് നോക്കൂ, നല്ല ഒരു റെമഡിയാണ്, എല്ലാവർക്കും യൂസ്ഫുള്ളാണിത്. ചെയ്തിട്ട് എനിക്ക് കമൻറ്റിൽ പറയണേ. ഇഷ്ടമായി കഴിഞ്ഞാൽ ഞാൻ വേറെയും ഇതുപോലത്തെ ഹോം റെമഡികൾ ഞാൻ പറഞ്ഞു തരാം.